ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കണക്കിലെ നമ്മുടെ പ്രവർത്തന പുസ്തകമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തന പുസ്തകത്തിന്റെ പേരാണ് ഗണിതമിഠായി. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഗണിതമിഠായി എന്നുള്ള പ്രവർത്തന പുസ്തകം കിട്ടിയിട്ടില്ലേ? നമ്മുടെ ഗണിതമിഠായിലെ ഒന്നാമത്തെ നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിന്റെ പേരെന്താണ്? തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. അപ്പൊ എല്ലാ കൂട്ടുകാരും തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന പാഠത്തിന്റെ ക്ലാസ് കണ്ടില്ലേ? കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണണം. നമ്മൾ ആ ക്ലാസ്സിന്റെ ലിങ്ക് ആ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ പ്രവർത്തന പുസ്തകത്തിലെ ക്ലാസ്സുകൾ കാണുക. അപ്പൊ പ്രവർത്തന പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. നമ്മുടെ തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പേജിൽ എന്താ നിങ്ങൾ കാണുന്നത്? ഒരു രണ്ട് വീടും അതുപോലെ കുറെ കുട്ടികളെയൊക്കെ കാണുന്നില്ലേ? അതുപോലെ രണ്ട് ബോളൊക്കെ ഉണ്ട് അല്ലെ, രണ്ട് പന്തുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ നോക്കാം. നമ്മുടെ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? ചിത്രത്തിൽ നോക്കിക്കുക എന്തൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കളറിംഗ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ എങ്ങനെ കളർ ചെയ്യണം എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുത്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞ കളേഴ്സ് തന്നെ കൊടുക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കേണ്ടത് നോക്കാം. ഇവിടെ എന്തൊക്കെയാ ചിത്രത്തിൽ കാണുന്നത്? എന്തൊക്കെയാ? രണ്ട് കെട്ടിടങ്ങളുണ്ട് അല്ലെ? രണ്ട് കെട്ടിടമുണ്ട്. അതുപോലെ രണ്ട് വീടുണ്ട്. അതുപോലെ പിന്നെ എന്താ ഉള്ളത്? എന്താണ്? ഒരു കുട്ടിയുടെ കയ്യില് രണ്ട് പുസ്തകങ്ങളുണ്ട്. രണ്ട് ബുക്കുകൾ കയ്യിൽ, രണ്ട് പുസ്തകമുണ്ട്. രണ്ട് പേരുടെ കയ്യിലായിട്ട് എന്തുണ്ട്? രണ്ട് കമ്പ് വെച്ചിട്ട് മാങ്ങ വലിക്കുകയാണ് അല്ലെ? രണ്ടുപേരും മാങ്ങ വലിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് നിറം കൊടുക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് വീടിന്റെ നോക്കാം. ഉയരം കൂടിയ വീടിന് റോസ് നിറവും ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറവും കൊടുക്കൂ. അപ്പൊ എങ്ങനെയാ കൊടുക്കാൻ പറയണത്? ഉയരം കൂടിയ വീടിന് ഉയരം കൂടിയത്. ഏതിലാണ് ഉയരം കൂടിയത്? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഏതാ ഉയരം കൂടിയത്? ഉയരം കൂടിയ വീടിനാണ് എന്ത് കൊടുക്കേണ്ടത്? റോസ് കളർ കൊടുക്കേണ്ടത്. റോസ് നിറം കൊടുക്കണം. ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറം കൊടുക്കുക. ഇതുപോലെ കളർ കൊടുക്കുക. ഉയരം കൂടിയ വീടിന് റോസും ഉയരം കുറഞ്ഞ വീടിന് മഞ്ഞ നിറമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് കുട്ടിയുടെ നോക്കാം. ഈ കുട്ടിയുടെ പേരാണ് മീനു. മീനുവിന്റെ കയ്യിലെ കനം കൂടിയ പുസ്തകത്തിന് ചുവപ്പ് നിറവും കനം കുറഞ്ഞതിന് നീല നിറവും കൊടുക്കൂ. രണ്ട് പുസ്തകമാണ് കുട്ടിയുടെ കയ്യിൽ, രണ്ട് ബുക്കാണ് കയ്യിലുള്ളത്. കനം കൂടിയതിന് ചുവപ്പ് നിറവും കനം കുറഞ്ഞതിന് നീല നിറമാണ് കൊടുക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ കനം കൂടിയത് ഏതാ? കട്ടി കൂടിയത് ഈ പുസ്തകമാണ് അല്ലെ? അപ്പൊ അതിന് എന്ത് കൊടുക്കണം? ചുവപ്പാണ് കൊടുക്കേണ്ടത്. ഓക്കെ, മറ്റേതിന് കനമില്ലാത്തതിന് നീല നിറവും. അടുത്ത ഇവര് രണ്ടുപേരുടെ കയ്യിലെ കമ്പ് കണ്ടില്ലേ? ഇതില് നീളം കൂടിയ കമ്പ് ഏതാ? ഇതാണ് നീളം കൂടിയ കമ്പ് അല്ലെ? നീളം കൂടിയ കമ്പിന് എന്ത് ചെയ്യണം? നീളം കൂടിയ കമ്പിനെല്ലാം നിറം കൊടുക്കണം. നീളം കൂടിയ കമ്പ് പിടിച്ച ആളുടെ വസ്ത്രം ഓറഞ്ചും നീളം കുറഞ്ഞ കമ്പ് ഉള്ള ആൾക്ക് എന്ത് കൊടുക്കണം? അതെ, എന്താണ്? വയലറ്റ് നിറമാണ് കൊടുക്കേണ്ടത്. നീളം കൂടിയ കമ്പുള്ള ആൾക്ക് ഓറഞ്ച് നിറവും നീളം കുറഞ്ഞ കമ്പ് പിടിച്ച ആൾക്ക് എന്ത് കൊടുക്കണം? വയലറ്റ് നിറമാണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ എന്തൊക്കെയാ പഠിച്ചത്? ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത് അല്ല, ഉയരം കൂടിയതും പറഞ്ഞു, ഉയരം കുറഞ്ഞതും പറഞ്ഞു. കനം കൂടിയത്, കനം കുറഞ്ഞത്. നീളം കൂടിയത്, നീളം കുറഞ്ഞത്. അതുപോലെ കളറുകളുടെ പേര്, നിറത്തിന്റെ പേരുകൾ പഠിച്ചു. റോസ്, മഞ്ഞ, ചുവപ്പ്, നീല, ഓറഞ്ച്, വയലറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അടുത്ത പേജും ചെയ്യാനുള്ളത്. നിറം കൊടുക്കുകയാണ്. എങ്ങനെ നിറം കൊടുക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, എന്താ ചിത്രത്തിൽ കാണുന്ന? ഒരു വീടുണ്ട്. വീടിന്റെ അടുത്തായിട്ട് ഒരു മരമുണ്ട്. പിന്നെ ദൂരെയായിട്ട് ഒരു മരമുണ്ട്. പിന്നെ ഒരു ആട് അല്ലെ? രണ്ട് ആടുണ്ട്. ഒരു കുട്ടിയുടെ കയ്യില് രണ്ട് സാധനങ്ങൾ ഉണ്ട് അല്ലെ? ഒരു ബലൂണും പിന്നെ ഒരു ചക്കയാണ് ഉള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ എങ്ങനെ നിറം കൊടുക്കേണ്ടത് നോക്കാം. വീട്ടിൽ നിന്ന് അകലെയുള്ള മരത്തിന്റെ ഇലകൾക്ക് അകലെയുള്ള മരത്തിന്റെ ഇലകൾക്ക് മഞ്ഞ നിറവും മരത്തടിക്ക് കറുപ്പ് നിറവും കൊടുക്കൂ. അടുത്തുള്ള മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറവും മരത്തടിക്ക് തവിട്ടു നിറവും കൊടുക്കൂ. വീടിനും നിറം കൊടുക്കുമല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളെ വീടിന്റെ അകലെയുള്ള മരം. അപ്പൊ ഇതിൽ ഏത് അകലെയും അടുത്തും? ഇവിടെ രണ്ട് വാക്കാണ് പറയുന്നത്. അടുത്തുള്ള മരം ഏതാ? ഇതാണ് അടുത്ത്. അകലെയുള്ള മരം ഏതാ? ഇതാണ്. അപ്പൊ ഈ അകലെയുള്ള മരത്തിന്റെ ഇലകൾക്ക് മഞ്ഞയും മരത്തടിക്ക് എന്ത് കൊടുക്കണം? കറുപ്പും കൊടുക്കുക. അത് അടുത്തുള്ള മരത്തിന്റെ ഇലകൾക്ക് പച്ചയും മരത്തടിക്ക് തവിട്ട് നിറം പറഞ്ഞാൽ ബ്രൗൺ കളറാണ് കേട്ടോ. ബ്രൗണിനെയാണ് നമ്മൾ തവിട്ട് നിറം പറയുക. തവിട്ട് നിറമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ. എന്നിട്ട് ഈ വീടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം.
അടുത്തത് ഇവിടെ രണ്ടാടില്ലേ, ഇതില് വലിയ ആടുണ്ട് ചെറിയ ആടുമുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട വാക്കാണ് വലിയ ചെറിയ, വലുതും ചെറുതും. ഓക്കെ, വലിയ ആടിന് തവിട്ട് നിറം വെച്ചാൽ ബ്രൗണും, അതുപോലെ ചെറിയ ആടിന് കറുപ്പ് നിറമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കറുപ്പ് നിറം ഇതുപോലെ കൊടുക്കുക. അടുത്തത് മിലന്റെ കയ്യിലുള്ളതിൽ ഭാരം കൂടിയതിന് പച്ച നിറവും ഭാരം കുറഞ്ഞതിന് ചുവപ്പ് നിറവും കൊടുക്കൂ. ഭാരം കൂടിയത് ഏതാ? ഭാരം കൂടിയത് ബലൂണിനാണോ ചക്കയ്ക്കാണോ ഭാരം കൂടുതല്? ഭാരം കൂടുക ചക്കയ്ക്കാണ് അല്ലെ. ഭാരം കുറഞ്ഞത് ഏതാ? ബലൂണാണ്. ഭാരം കുറഞ്ഞതിന് ഏത് നിറം കൊടുക്കാൻ പറയുന്നത്? ചുവപ്പ് നിറം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? അകലെ പറഞ്ഞാൽ ദൂരെയുള്ളത് നമ്മൾ അകലെ പറയും. അടുത്ത്, പിന്നെ അടുത്ത് എന്താ ഇവിടെ? നമ്മൾ അടുത്ത് പറഞ്ഞു. പിന്നെ ഏതാ? വലുതും ചെറുതും, ഭാരം കൂടിയതും ഭാരം കുറഞ്ഞതും, അതായത് വെയിറ്റ് കൂടിയതും വെയിറ്റ് കുറഞ്ഞതും. പിന്നെ നിറങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത്? മഞ്ഞ, അതുപോലെ തവിട്ട് നിറം വെച്ചാൽ ബ്രൗൺ ആണ്. പിന്നെ ഏതാ? കറുപ്പ് പറഞ്ഞു. പിന്നെ നമ്മുടെ എന്താണ്? പച്ചയും ചുവപ്പും. ഇതൊക്കെ നിറങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ചുവപ്പ് കളറിൽ എഴുതിയിട്ടുള്ള വാക്കുകളും അതുപോലെ നിറങ്ങളുടെ പേരും പഠിക്കണം. അടുത്ത നമ്മൾ വർക്ക്ഷീറ്റുകൾ ചെയ്യണം. ഈ പാഠത്തിൽ 6 വർക്ക്ഷീറ്റുകളാണ് ഉള്ളത്. നമ്മുടെ തിത്രിക്കലും ചങ്ങാതിമാരിലും 6 വർക്ക്ഷീറ്റുകളാണ് ഉള്ളത്. ഇവിടെ ഒന്നാമത്തെ വർക്ക്ഷീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കുറുക്കന്റെയും കൊക്കിന്റെയും കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ആ കഥയിലെ ചില സന്ദർഭങ്ങളാണിത്. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് ടീച്ചർ കുറുക്കനെയും കൊക്കിനെയും കഥ പറഞ്ഞു തന്നോ? ടീച്ചർ നിങ്ങൾക്ക് ഒരു കുറുക്കനെയും കൊക്കിനെയും കഥ പറഞ്ഞു തരും. ആ കഥയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിലെ ചോദ്യങ്ങൾക്ക് ടിക്കാണ്. ഇവിടെ 2 കോളം കണ്ടില്ലേ? ഇവിടെ ടിക്കാണ് ഇടുന്നത് കേട്ടോ. ഈ ഒന്നാമത്തെ ചിത്രത്തില് നിറയെ ഉള്ള പാത്രം ഏത്? അതായത് നിറയെ ഫുൾ ആയിട്ടുള്ള പാത്രം ഏതാണ്? ഫുൾ ആയിട്ടുള്ള പാത്രം ഏതാ? ഈ കുറുക്കന്റെയാണ് അല്ലെ. അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യുക. അതായത് ഒഴിഞ്ഞ പാത്രം ഏത്? ഇതിൽ രണ്ടെണ്ണത്തിലും ഒഴിഞ്ഞ പാത്രം ഏത്? ഇതിൽ ഏതാണ് ഒഴിഞ്ഞ പാത്രം? അതും കുറുക്കന്റെയാണ്. അപ്പൊ അതും എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. മനസ്സിലായി? ഇവിടെ നമ്മൾ പഠിക്കുന്ന വാക്ക് നിറയെ ഒഴിഞ്ഞ, നിറയെ ഒഴിഞ്ഞ. ഓക്കെ, അടുത്തത് വീട്ടുപകരണങ്ങൾ. ഒരേ എണ്ണം വരുന്നവയ്ക്ക് ഒരേ നിറം കൊടുക്കും. ഇവിടെ രണ്ട് ഷെൽഫാണ് തന്നിരിക്കുന്നത്. 2 ഷെൽഫ് അല്ലെ. അല്ല, ഒരേ എണ്ണം വരുന്ന ഉപകരണങ്ങൾക്ക് ഒരേ നിറമാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഇത് ഇവിടെ ഒന്നുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? നീല നിറം കൊടുത്തു. ഇവിടെ ഒന്നാണ്. അപ്പൊ അതിനും എന്ത് ചെയ്യാം? നീല നിറം. ഇവിടെ 2 പ്ലേറ്റ്, ഇവിടെ 2 എണ്ണം. കണ്ടോ? അപ്പൊ അതിന് നമ്മൾ ചുവപ്പ് കൊടുത്തു. 3 എണ്ണത്തിന് നമ്മൾ പച്ച കൊടുത്തു. കണ്ടോ? 1 2 3 1 2 3. 4 എണ്ണത്തിന് മഞ്ഞ. 1 2 3 4. ഇവിടെ നമ്മൾ 4 എണ്ണം. 1 2 3 4. 5 എണ്ണം. കണ്ടോ? 1 2 3 4 5. 1 2 3 4 5. 5 എണ്ണത്തിന് വയലറ്റ് കൊടുത്തു അല്ലെ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? 2 ഒരേ സംഖ്യകൾ വരുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരേ നിറമാണ് കൊടുക്കേണ്ടത്. അടുത്തത് വർക്ക്ഷീറ്റ് 3. ലഡ്ഡു കൊടുക്കാം. കുട്ടികളുടെ അത്രയും എണ്ണം ലഡ്ഡുവിന് മഞ്ഞ നിറം കൊടുക്കൂ, എണ്ണം എഴുതൂ. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മളിവിടെ ഒരു പാത്രത്തിൽ ലഡ്ഡു ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലഡ്ഡു ആണ്. അപ്പൊ ലഡ്ഡുവിന് എന്താ? ഇവിടെ ലഡ്ഡുവിന് ഏത് നിറം ഉള്ളത്? ഇവിടെ വെള്ളയാണ് അല്ലെ. ശരിക്കും ലഡ്ഡുവിന് എന്താ നിറം? മഞ്ഞയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ലഡ്ഡുവിന് മഞ്ഞ നിറം കൊടുക്കണം. എല്ലാത്തിനും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര കുട്ടികളാണോ ഉള്ളത് അത്രയും ലഡ്ഡുവിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നിറം കൊടുത്താൽ മതി. അപ്പൊ അത് എത്ര കുട്ടികൾ ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5. 5 കുട്ടികളേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഉള്ള പാത്രത്തില് 5 ലഡ്ഡുവിന് എന്ത് ചെയ്യാം? 5 ലഡ്ഡുവിന് മാത്രം എന്ത് ചെയ്യണം? ഇതുപോലെ കളർ കൊടുക്കുക. എന്നിട്ട് എത്ര കുട്ടികൾ ഉണ്ടെന്ന് എഴുതും കൂടെ വേണം. ഇവിടെ 5 എഴുതണം. ഓക്കെ, അടുത്തത് കൂട്ടങ്ങളാക്കാം. 2 എണ്ണം വട്ടം വരച്ച് കൂട്ടമാക്കും. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കൊടയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മൾ കൊട കണ്ടിട്ടില്ലേ? എല്ലാവരും കയ്യിൽ കൊടയില്ലേ? അപ്പൊ കൊട എന്ത് ചെയ്യണം? ഇവിടെ എത്ര കൊടയുണ്ട്? 3 കൊട. 1 2 3. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ചുറ്റും ഇങ്ങനെ ചേർത്ത് വട്ടം വരയ്ക്കണം. അതായത് ഇങ്ങനെ ഒന്ന് ചേർത്ത് വട്ടം വരയ്ക്കാനല്ല പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? അതെ, എന്താ ചെയ്യേണ്ടത്? 2 എണ്ണം ചേർത്തിട്ട് ഇതുപോലെ വട്ടം വരയ്ക്കുക. മനസ്സിലായില്ലേ? ഇതുപോലെ 2 എണ്ണം ചേർത്തിട്ടാണ് വട്ടം വരയ്ക്കേണ്ടത്. ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ചേർത്ത് വരയ്ക്കാം. അടുത്തത് 3 എണ്ണത്തെ കൂട്ടമാക്കൂ. ഇവിടെ എത്ര എന്താണ് ഷർട്ടാണിത്? എത്ര ഷർട്ടാണ് ഉള്ളത്? 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം ചേർത്ത് എന്ത് ചെയ്യുക? കൂട്ടമാക്കുക. ഇതുപോലെ കണ്ടില്ലേ? അടുത്തത് 5 എണ്ണത്തെ കൂട്ടമാക്കൂ, നിറം കൊടുക്കൂ. ഇവിടെ പന്തുകളാണ് തന്നിരിക്കുന്നത്. എത്ര പന്തുണ്ട്? 1 2 3 4 5 6 7 8 9. 9 പന്തുകളാണ് ഉള്ളത്. 9 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിനെ ചേർത്ത്, എന്ന് വെച്ചാൽ 5 എണ്ണം ഓരോന്നിനും ചുറ്റും ഓരോ വട്ടം ഇങ്ങനെ വരയ്ക്കുക. അതായത് നിങ്ങൾ 5 എണ്ണത്തിന് വരയ്ക്കൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 5 എണ്ണത്തിന് വട്ടം വരയ്ക്കുക പറഞ്ഞാൽ 5 ബലൂണിന് ചുറ്റും
ഓരോരോ വട്ടങ്ങളായിട്ട് ഇങ്ങനെ വരയ്ക്കില്ലേ, ഇങ്ങനെ ചെയ്യാനല്ല പറയുന്നത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ തെറ്റാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാനല്ല പറയുന്നത്. പകരം എന്താ ചെയ്യേണ്ടത്, 5 ചേർത്ത് 5 ബലൂണുകളിൽ ചേർത്തിട്ട് ഒരു വട്ടമാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഏത് 5 ചേർത്ത വട്ടം വരച്ച് അതിനെന്ത് ചെയ്യുക, കളറും കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഓക്കെ, അടുത്തത് വർക്ക്ഷീറ്റ് 4. എണ്ണത്തിന് നേരെ അത്രയും പൊട്ടുകൾ ഒട്ടിക്കൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വരയ്ക്കാനല്ല പറയുന്നത്, പൊട്ടുകൾ ഒട്ടിക്കാനാണ് പറയുന്നത്. ഇവിടെ എത്ര എണ്ണമാണുള്ളത് അത്രയും പൊട്ടുകൾ ഓരോ കോളത്തിൽ ഒട്ടിക്കേണ്ടത് 1 ആണ്. അപ്പൊ ഒരു പൊട്ട് ഒട്ടിക്കുക, ഇതുപോലെ 2 പൊട്ട് ഒട്ടിക്കുക, 3 പൊട്ട്, 4 അടുത്ത 5 പൊട്ട് ഒട്ടിക്കുക. അടുത്തത് എണ്ണി എഴുതൂ. ഇവിടെ ഓരോന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബൗള് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര എണ്ണമാണ് ഉള്ളതെന്ന് ഓരോന്നും എണ്ണിയിട്ട് ഇവിടെ എഴുതുക. ഇവിടെയാണ് എഴുതേണ്ടത്. ഇവിടെ എത്ര ഉണ്ട്, 1. അടുത്ത എത്ര ടെഡി ബിയർ ആണ്, 1 2 3. അടുത്തത് എത്ര ഹെലികോപ്റ്റർ, 1 2. ഇവിടെ അടുത്ത് എത്ര ചെണ്ടയാണ്, 1 2 3 4 5 അല്ലേ, ഡ്രംസ്. അടുത്തത് എത്ര പന്താണുള്ളത്, 1 2 3 4. അടുത്തത് വർക്ക്ഷീറ്റ് 5. പല്ലുകൾ വരയ്ക്കൂ. ഈ കുട്ടിക്ക് കണ്ടോ, വായിൽ കണ്ടോ പല്ലൊന്നും ഇല്ല അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം, പല്ല് വരച്ചു കൊടുക്കണം. പല്ലുകൾ വരയ്ക്കുമ്പോ എന്താ, മൊത്തത്തിൽ അങ്ങോട്ട് വരച്ചു വെക്കരുത്. അതായത് മൊത്തത്തിൽ മേലെയും താഴെയും കൂടെ ചേർത്തിട്ട് അങ്ങനെ വരയ്ക്കാൻ പാടില്ല. ഇപ്പൊ ചില കുട്ടികൾ വരയ്ക്കാൻ പറഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് ചേർത്തിട്ട് ഇങ്ങനെ വരയ്ക്കില്ലേ, കണ്ടോ, ഇങ്ങനെ വരച്ചാൽ അത് തെറ്റാണ്. അങ്ങനെ വരയ്ക്കാൻ പാടില്ല. എങ്ങനെയാ വരയ്ക്കേണ്ടത്, പിന്നെ എങ്ങനെ വരയ്ക്കേണ്ടത്, മുകളിലും താഴെയായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതുപോലെ കണ്ടോ, കുട്ടി ചിരിക്കുകയാണ് അല്ലെ, അപ്പൊ മുകളിലും താഴത്തെയും പല്ല്, നമ്മൾ ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാ, നമ്മുടെ മുകളിലെ പല്ല് മാത്രം അല്ലെങ്കിൽ താഴത്തെ പല്ല് മാത്രമല്ല, മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ കാണും അല്ലെ. അപ്പൊ മുകളിലും വരയ്ക്കണം, താഴെയും വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ എത്ര പല്ലുകൾ വരയ്ക്കാൻ പറ്റി അതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റി അതാണ് എഴുതേണ്ടത് കേട്ടോ. അതായത് നിങ്ങൾ ചിലപ്പോൾ ചിലർക്ക് 4 എണ്ണം പറ്റുള്ളൂ, ചിലർക്ക് 3 എണ്ണേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പല്ലുകൾ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിഞ്ഞു അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് വണ്ടിന് പുള്ളിയിടാം. വണ്ടിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വണ്ടിന്റെ 2 ചിറകുകളുമായി 5 വട്ടങ്ങൾ വരയ്ക്കാം. വ്യത്യസ്ത രീതിയിൽ എങ്ങനെയൊക്കെ വരയ്ക്കാം, ഓരോ ചിത്രത്തിലും വരച്ച എണ്ണം എഴുതുക. അപ്പൊ വണ്ടിന് എന്ത് ചെയ്യണം, വണ്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വട്ടങ്ങൾ വരയ്ക്കേണ്ടത്, വണ്ടിന്റെ ചിറകുകളാണ് വരയ്ക്കേണ്ടത്. അപ്പൊ 2 ചിറകും കൂടെ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്തേ വരാൻ പാടുള്ളൂ, 5 ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ 1 വരച്ച് തന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഒരു ചിറകിൽ 1, അപ്പൊ ഇവിടെ 1 എഴുതി. അടുത്ത ചിറകില് 1 2 3 4 4. 1 4 കൂടെ കൂട്ടി നോക്കുക. എങ്ങനെയാ 1 4 കൂടെ കൂട്ടുക, നിങ്ങൾക്ക് വിരലെടുത്തിട്ട് കൂട്ടുന്ന കൂട്ടുക. അതായത് നമ്മൾ ഫിംഗറിൽ വിരലിൽ കൂട്ടില്ലേ, ഒരു വിരലെടുത്തു പിന്നെ അടുത്ത 4 വിരലുകൾ നിവർത്തുന്നു, അങ്ങനെ കൂട്ടുന്ന കൂട്ടർക്ക് അങ്ങനെ കൂട്ടാം. ചില കുട്ടികൾ വര വരച്ചു കൂട്ടും. 1 പറയുമ്പോൾ ഒരു ലൈൻ വരയ്ക്കണു, പിന്നെ 4, അപ്പൊ പിന്നെ ഒരു 4 വര വരയ്ക്കണു, കണ്ടോ, ഇതുപോലെ. എന്നിട്ട് എത്ര വരകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക, 1 2 3 4 5. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, ഒരു കുത്തും പിന്നെ 4 കുത്തും. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം, 1 പിന്നെ 2 3 4 5, അങ്ങനെയും കൂട്ടി നോക്കാം. ഓക്കെ, അടുത്തത് പിന്നെ എങ്ങനെയൊക്കെ കൂട്ടിയാൽ 5 കിട്ടും, 2 3 കൂട്ടി നോക്കിക്കേ, 2 3. ഇത് ഇവിടെ വരയ്ക്കേണ്ടതാണ് കേട്ടോ, ഇവിടെ അല്ല, മാറിപ്പോയതാണ്. ഇവിടെ നമ്മൾ ഇതിനുള്ളിലായിട്ട് തന്നെ വരയ്ക്കുക. ഇതിൽ വരച്ചിട്ടില്ല അതേപോലെ ഇതിന് ഉള്ളിലായിട്ട് തന്നെ, ഇതുപോലെ ഈ ചിത്രത്തിൽ ഇതുപോലെ നീങ്ങി വരയ്ക്കരുത്. ഇവിടെ ഇതിനുള്ളിലായിട്ട് തന്നെ എന്ത് ചെയ്യണം, വരയ്ക്കണം. എന്താണ്, ഇതിന്റെ ഉള്ളിലായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ 2, അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, 3 എണ്ണവും കൂടെ വരയ്ക്കുക. അപ്പൊ 2 3 കൂടെ കൂട്ടി എത്ര ഉത്തരം, 5. ഓക്കെ, അടുത്ത് നമ്മള് ഒരു 3ഉം 2ഉം 3ഉം 2ഉം എങ്ങനെ വരയ്ക്കുക, 3ഉം 2ഉം എന്താണ്, അപ്പൊ 3ഉം 2ഉം കൂടെ കൂട്ടി നോക്കി ഉത്തരം എന്താ കിട്ടുന്നത്, 5 കിട്ടിയില്ലേ. 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താ കിട്ടുക, 5. അപ്പൊ ഇത് നമ്മൾ വരച്ചത് നീങ്ങിപ്പോയതാണ്. ഇതുപോലെ തന്നെ വരയ്ക്കുക കേട്ടോ. ഇതിന്റെ ഓരോ ചിറകുകളുമായിട്ട് തന്നെ വരയ്ക്കണം, നീങ്ങി പോവരുത്. ഇതിന്റെ ഉള്ളിലായിട്ട് തന്നെ വരയ്ക്കുക. 3ഉം 2ഉം കൂട്ടി നോക്കുമ്പോൾ 5 കിട്ടിയില്ലേ. അടുത്തതുപോലെ 4ഉം 1ഉം കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്, 5 കിട്ടുന്നില്ലേ. അപ്പൊ ഇതുപോലെ എങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ 5 ഉത്തരമായി കിട്ടുന്നു, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇന്ന് ലാസ്റ്റ് ആക്ടിവിറ്റി, നമ്മുടെ ലാസ്റ്റ് വർക്ക്ഷീറ്റ് ആണ്, 6ാമത്തെ. ഇവിടെ ചെയ്യേണ്ടത് ഇലകളും പൂക്കളും പൂമ്പാറ്റകളും. ഇലകളും പൂമ്പാറ്റകളും പേജ് 53 നിന്ന് മുറിച്ച് ഒട്ടിച്ചു ചേർക്കൂ. വെണ്ടയ്ക്ക മുറിച്ച് ചായത്തിൽ മുക്കി പതിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കൂ. അപ്പൊ നമ്മുടെ പേജ് നമ്പർ 53 ഇങ്ങനത്തെ പേജ് നിങ്ങൾ കണ്ടില്ലേ, 53ാമത്തെ പേജില്. അതില് ഇവിടുത്തെ ഇലകളുടെ ചിത്രവും അതുപോലെ പൂമ്പാറ്റകളുടെ ചിത്രവും ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലെ ഇലകളല്ല ടീച്ചർ പറയുന്ന പോലെ മുറിച്ച് എന്ത് ചെയ്യണം, ഒട്ടിക്കുക. അതുപോലെ പൂക്കൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാ, വെണ്ടയ്ക്ക പറഞ്ഞിട്ട് പച്ചക്കറിയാണ്. വെണ്ടയ്ക്ക മുറിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് തരും. അപ്പൊ
അത് എന്ത് ചെയ്യണം, ചായത്തിൽ കളറിൽ മുക്കിയിട്ട് പെയിന്റിൽ മുക്കിയിട്ട് ഇതുപോലെ നമ്മുടെ പേജിൽ അമർത്തി കഴിഞ്ഞാൽ, പേജ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൂവിന്റെ ആകൃതി കിട്ടും, പൂവിന്റെ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെയാണ് ഇവിടെ പൂക്കൾ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ പൂക്കൾ വരയ്ക്കുക. എന്നിട്ട് പൂമ്പാറ്റകളെയും എന്ത് ചെയ്യണം, ഈ പേജിലേക്ക് ഒട്ടിക്കുക. എന്നിട്ട് എണ്ണം എഴുതും കൂടെ വേണം. 5 ഇലകളാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, 5 എഴുതിയിട്ടുണ്ട്. പിന്നെന്താ എഴുതേണ്ടത്, അപ്പൊ നമ്മളിവിടെ പിന്നെന്താ എഴുതണം, പൂമ്പാറ്റകൾ. എത്ര പൂമ്പാറ്റകൾ അവിടെ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ 2. പിന്നെ എന്ത് എഴുതണം, നമ്മൾ എത്ര പൂക്കളാണ് ഇവിടെ നമ്മൾ വരച്ചത് ആ പൂക്കളുടെ എണ്ണവും കൂടെ നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ തിത്തിരിക്കിളിയും ചങ്ങാതിമാരിലെയും പ്രവർത്തനങ്ങൾ. അപ്പൊ എല്ലാ കൂട്ടുകാരും തിത്തിരിക്കിളിയും ചങ്ങാതിമാരിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ നമ്മുടെ സബ്ജക്ട് തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്നതിൽ ക്ലാസ് ഉണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിനുശേഷം നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലെ പ്രവർത്തന പുസ്തകത്തിലെ ക്ലാസ് കാണുക. അപ്പൊ തിത്തിരിക്കിളിയും ചങ്ങാതിമാരിലെ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ? ക്ലാസ് ഇഷ്ടമായില്ലേ? ഇപ്പൊ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.